തുടങ്ങി. ആദ്യമായിട്ട് 2 വർഷം മുമ്പാണ് ഞാൻ IELTS എന്താണെന്ന് അറിഞ്ഞത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനാണ് എഴുതാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു. ഞാൻ വിട്ടില്ല. മാതാവേ, എനിക്ക് ശക്തി തരണേ. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകാൻ എനിക്ക് മടിയായിരുന്നു. എനിക്ക് 35 വയസ്സുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇപ്പം ചെറിയ കുട്ടികളാണ് ക്ലാസ്സിലിരിക്കുന്നത്, കോച്ചിങ് ക്ലാസ്സിലിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് പോലും അറിയത്തില്ല എനിക്ക്. എങ്കിലും ഞാൻ മാതാവിനെ വിട്ടില്ല, പ്രാർത്ഥിച്ചു, ഉടമ്പടി കൃത്യമായി പാലിച്ചു. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പേ ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി. എൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ അടുത്തുള്ള പള്ളിയിൽ കുമ്പസാരിക്കാൻ പോയി. മാതാവേ, എനിക്ക് പേടിയാവുന്നു, കാശ് കൊടുക്കാൻ എനിക്ക് പേടിയാവുന്നു എക്സാമിന്. കുമ്പസാരക്കൂട്ടത്തിൽ ഇരിക്കുന്നത് ജോസഫ് അച്ഛനായിരിക്കണേ, എന്തെങ്കിലും ഒരു ധൈര്യം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛനെ എനിക്ക് അറിയത്തില്ല, അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ, മോൾക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചു. അച്ഛൻ എനിക്ക് IELTS എക്സാം പേടിയാണ്, ഡേറ്റ് എടുക്കാൻ പേടിയാകുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ വെച്ച കാലം പിറകോട്ട് വെക്കരുത്, മുന്നോട്ട് പോവുക, ധൈര്യമായിരിക്കുക. അച്ഛനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ധൈര്യമായി. അതെന്നോട് മാതാവ് പറഞ്ഞതാണ് അച്ഛനിലൂടെ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ എക്സാം ഡേറ്റ് എടുത്തു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച സ്കോർ തന്നെ എനിക്ക് മാതാവ് നൽകി. ലാസ്റ്റ് IELTS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല, ഓപ്പൺ ഇൻ്റർവ്യൂ ആയിരുന്നു. 4 ഇൻ്റർവ്യൂ ഫെയിലായി. 4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാതെ ആയപ്പോൾ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, അവരോട് സംസാരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല. വീണ്ടും ഞാൻ ഇവിടെ വന്നു, മാതാവേ കൈവിടരുത്. ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛൻ എൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വാങ്ങാൻ ഞാൻ വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ നിയോഗം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഇംഗ്ലീഷൊന്നും കിട്ടുന്നില്ല.